കേരള പൊതുസമൂഹത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. എന്നാൽ ഇതിനു മുമ്പും പല തവണയാണ് നമ്മളുടെ നടിമാർ ആക്രമിക്കപ്പെട്ടത്. ചിലത് പബ്ലിക്കായും മറ്റു ചിലത് ഇരുട്ടിന്റെ മറവിലും. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പോലും അപമാനിക്കപ്പെട്ട നടിമാർ നിരവധിയാണ്. ചിലർ പ്രതികരിച്ചപ്പോൾ ചിലർ അപമാനം ഭയന്ന് മൗനം പാലിച്ചു. ചിലരുടെ മൗനം അക്രമികൾ വീണ്ടും അത്തരം പ്രവൃത്തികൾ തുടരുന്നതിന് കാരണമായി. ആരാധകരുടെ പ്രണയം മുതൽ താരങ്ങളെ വലച്ച അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച ചില സംഭവങ്ങൾ. ആലപ്പുഴയിൽ യുവനടിക്കെതിരെയുണ്ടായ പീഡന ശ്രമം. എറണാകുളത്ത് നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് ഞെട്ടിക്കുന്ന സംഭവത്തിന് പിന്നാലെ ആലപ്പുഴയിൽ യുവനടിക്കെതിരെ പീഡന ശ്രമം നടന്നെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ വെച്ച് യുവനടിയെ ഹോട്ടൽ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വാർത്തകൾ. നടി താമസിക്കുന്ന ഹോട്ടൽ മുറി കള്ളത്താക്കോലിട്ട് തുറന്ന് അകത്തു കയറാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരനാണ് നടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. നടി ഉറക്കെ ഒച്ച വെച്ചതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ശേഷം ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ തങ്ങുമ്പോഴായിരുന്നു നടിക്ക് ഇത്തരം ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഇയാളുടെ പേര് പുറത്തുവിടാൻ പോലീസ് തയ്യാറായില്ല. മീനാക്ഷി താപ്പർ. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു മീനാക്ഷി താപ്പർ എന്ന ബോളിവുഡ് നടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. 2012 സംഭവം. 404 എന്ന ഹൊറർ സിനിമയിലൂടെ ശ്രദ്ധേയായ താരമാണ് മീനാക്ഷി താപ്പർ. വിനോദയാത്രയ്ക്കെന്ന തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയ 2 സഹനടന്മാർ മീനാക്ഷിയെ തടവിൽ പാർപ്പിച്ച് തുടർന്ന് അമ്മയോട് മീനാക്ഷിയെ വിട്ടു നൽകാൻ 15 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കേവലം 60,000 രൂപയാണ് മീനാക്ഷിയുടെ അമ്മയ്ക്ക് നൽകാനായത്. തുടർന്ന് കോപിതരായ അവർ മീനാക്ഷിയെ കരുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും നിഷ്ക്രൂരമായ രീതിയിലായിരുന്നു അവർ മീനാക്ഷിയുടെ മൃതദേഹത്തോട് പോലും പെരുമാറിയത്. തലയറുത്തു മാറ്റുകയും തുടർന്ന് തല ബാഗിലാക്കിയ ശേഷം മുംബൈയിൽ വെച്ച് ബസ്സിൽ നിന്ന് പുറത്തേക്കെറിയുകയുമായിരുന്നു. ശേഷിച്ച ശരീരഭാഗം വാട്ടർ ടാങ്കിലിട്ട് ഒളിപ്പിക്കുകയും ചെയ്തു. പൾസർ സുനിയെ മലർത്തിയടിച്ച സൂപ്പർ നായിക. എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ട് പൾസർ സുനി വാർത്തകളിൽ നിറയുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായി മറ്റൊരു നടിയെ പൾസർ സുനി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് സൂപ്പർ നായികയായിരുന്നു സുനി നോട്ടമിട്ടത്. കാറിൽ കയറിയപ്പോൾ നടിയെ സുനി കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കരാട്ടക്കാരിയായ നടി സുനിയെ നേരിട്ടു. നടിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയ സുനി നടിയുടെ കാലിൽ വീണ് മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം നടി സംവിധായകനോട് പറഞ്ഞപ്പോൾ സംവിധായകനാണ് പരാതിപ്പെടുന്നതിൽ നിന്നും നടിയെ വിലക്കിയത്. നിരവധി സൂപ്പർ താരങ്ങളെ നായകനാക്കി സിനിമയെടുത്ത സംവിധായകനാണിത്. ചിത്രത്തിലെ നായകനായ സൂപ്പർ താരവും അന്ന് പരാതി കൊടുക്കുന്നതിൽ നിന്നും നടിയെ വിലക്കിയിരുന്നു. മീര വാസുദേവ്. അടുത്തിടയ്ക്കാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ മീര വാസുദേവ് നടത്തിയത്. താൻ ബാല്യത്തിൽ ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ടെന്നായിരുന്നു മീരയുടെ വെളിപ്പെടുത്തൽ. ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീര. നിരവധി തവണ താൻ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 7-ാം വയസ്സിലാണ് ആദ്യമായി പീഡനം ഏൽക്കേണ്ടി വന്നതെന്ന് മീര വെളിപ്പെടുത്തുന്നു. വീട്ടിലെ ജോലിക്കാർ, ട്യൂഷൻ പഠിപ്പിച്ച വളരെ പ്രായമുള്ള അധ്യാപകൻ, പ്ലേ സ്കൂളിലെ ടീച്ചറുടെ ഭർത്താവ്, ഇങ്ങനെ പലരും തന്നെ ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും മീര വാസുദേവ് പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവം ഇനി ഒരു കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരരുതെന്നും മീര പറയുന്നു. സമന്ത. അടുത്ത കാലത്ത് ഏറെ വാർത്തകളിൽ നിറഞ്ഞ സംഭവമായിരുന്നു ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കവേ നടി സമന്ത അപമാനിക്കപ്പെട്ടത്. ഉദ്ഘാടനത്തിനായി നടി എത്തിയതോടെ ആരാധകർ വയലന്റായി. എന്നാൽ മറ്റ് താരങ്ങളെപ്പോലെ ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ടായിരുന്നു സമന്ത അതിനെ നേരിട്ടത്. എന്നാൽ അതിനിടയിൽ തടിച്ചുകൂടിയ ആളുകളിൽ ഒരാൾ താരത്തെ ശരിക്കും വലച്ചു. സമന്ത സഞ്ചരിച്ച കാറിന്റെ ടയറിന്റെ കാറ്റുരുവിട്ടു. ടയർ പഞ്ചറായതോടെ സമന്ത കാറിൽ നിന്നും ഇറങ്ങി. ഇതോടെ ആളുകൾ ചുറ്റിനും കൂടി. പലരും താരത്തെ സ്പർശിക്കാനും ശ്രമിച്ചു. പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു സമന്തയെ ആൾക്കൂട്ടത്തിൽ നിന്നും രക്ഷിച്ചത്. കൊച്ചിയിൽ കാറിൽ തട്ടിക്കൊണ്ടുപോയ നടി. ദിലീപിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച യുവനടി ആക്രമിക്കപ്പെട്ടത് ഞെട്ടലോടെയായിരുന്നു സിനിമാ ലോകവും പൊതുസമൂഹവും വരവേറ്റത്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിലായിരുന്നു നടിയെ കാറിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് 2 മണിക്കൂറുകൾക്ക് ശേഷം നടിയെ പാലാരിവട്ടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നടി കാക്കനാടുള്ള സംവിധായകന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ ഡ്രൈവർ അടക്കം നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് ഡ്രൈവർമാരെ ഏർപ്പാടാക്കി കൊടുക്കുന്ന പൾസർ സുനി എന്ന സുനിൽകുമാറാണ് മുഖ്യപ്രതിയായി പോലീസ് സംശയിക്കുന്നത്. സോനം കപൂർ. റാഞ്ചന എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പ്രൊമോഷനിടയിലായിരുന്നു നടി സോനം കപൂർ അപമാനിക്കപ്പെട്ടത്. സോനം കപൂറിന് രക്ഷകനായതാകട്ടെ ധനുഷുമൊത്ത് കൊൽക്കത്തയിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടി കഴിഞ്ഞതോടെയായിരുന്നു സോനം കപൂറിനെ ആരാധകർ വളഞ്ഞത്. അതിൽ പലരും സോനത്തെ സ്പർശിക്കാൻ ശ്രമിച്ചു. ചുറ്റും കൂടിയവരിൽ നിന്നും സോനം കപൂറിനെ രക്ഷിക്കാൻ ധനുഷും സെക്യൂരിറ്റീസും ഒത്തിരി പ്രയാസപ്പെട്ടു. കാജൽ അഗർവാൾ. അടുത്തിടയ്ക്ക് തന്നെയായിരുന്നു നടി കാജൽ അഗർവാളും പബ്ലിക്കിന്റെ അതിര് കടന്നുള്ള ആരാധനയ്ക്ക് ഇരയായത്. ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം തിരിച്ചു മടങ്ങാൻ ഒരുങ്ങവേ കാജലിനെ കാറിൽ കയറാൻ സാധിക്കാത്ത വിധം ആൾക്കൂട്ടം വളയുകയായിരുന്നു. എന്നാൽ കാജൽ പൊട്ടിത്തെറിച്ചതോടെ സെക്യൂരിറ്റീസും ഇടപെട്ട് കാജലിനെ രക്ഷിക്കുകയായിരുന്നു. നഗ്മ.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണത്തിലായിരുന്നു സ്ഥാനാർത്ഥി കൂടിയായിരുന്ന നടി നഗ്മയെ അപമാനിക്കപ്പെട്ടത്. പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ നഗ്മയെ ഒരു കൂട്ടം ആളുകൾ വളയുകയായിരുന്നു. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ജനക്കൂട്ടം. സെക്യൂരിറ്റീസ് എത്ര ശ്രമിച്ചിട്ടും ആളുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ പലരും താരത്തെ സ്പർശിക്കുകയും ചെയ്തു. ഒടുവിൽ പൊട്ടിത്തെറിച്ച നഗ്മ ചിലരെ അടിക്കുകയും ചെയ്തു. ജ്യോതിക. വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നടി ജ്യോതികയെ ഒരാൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സിനിമയിലെ രംഗമായിരുന്നു ഇത്തരത്തിൽ പ്രചരിച്ചത്. ആൾക്കൂട്ടത്തിലൂടെ നടന്നു വരുന്ന രംഗത്തിൽ അഭിനയിക്കുകയായിരുന്നു ജ്യോതിക. ഇതിനിടയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ജ്യോതികയെ സ്പർശിക്കാൻ ശ്രമിക്കുകയാണ്. ജ്യോതിക ഇയാളിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ രംഗം സിനിമയിൽ കട്ട് ചെയ്യാതെ ഉപയോഗിച്ചിട്ടുമുണ്ട്. മുരുകേശ്വരി. ബാല സംവിധാനം ചെയ്ത നാൻകടവുൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ താരമാണ് മുരുകേശ്വരി. തേനിയിൽ വെച്ചായിരുന്നു മുരുകേശ്വരിയെ 2 യുവാക്കൾ അപമാനിക്കാൻ ശ്രമിച്ചത്. രാത്രി ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകവെ താരത്തെ 2 യുവാക്കൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ മുരുകേശ്വരിയുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. മുരുകേശ്വരി നിലവിളിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2015 മാർച്ചിലായിരുന്നു ഈ സംഭവം. ഖുഷ്ബു. 2013 ഒരു കൂട്ടം ആളുകൾ നടി ഖുഷ്ബുവിൻ്റെ വീട് ആക്രമിച്ചത്. താരം വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു സംഭവം. രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കാരണം. ഖുഷ്ബുവിൻ്റെ ചില പ്രസ്താവനകളായിരുന്നു DMK പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. അന്നത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഖുഷ്ബു നടത്തിയ ചില പ്രസ്താവനകളായിരുന്നു ആക്രമണത്തിന് കാരണം. വിദ്യാബാലൻ. ഇന്ത്യൻ സിനിമ ആഘോഷമാക്കിയ ചിത്രമായിരുന്നു വിദ്യാബാലൻ്റെ ഡേർട്ടി പിക്ചർ. സിൽക്ക് സ്മിതയായ എത്തിയ വിദ്യ ചിത്രത്തിലൂടെ നേടിയ ആരാധക സമൂഹം ചെറുതല്ല. ചിത്രം കണ്ട വിദ്യാബാലൻ്റെ ഒരു ആരാധകനാണ് താരത്തിൻ്റെ മുംബൈയിലെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. എന്നാൽ വയലൻ്റായി എത്തിയ ആരാധകനെ വിദ്യയുടെ റൂമിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റീസ് തടയുകയായിരുന്നു. സുസ്മിത സെൻ. ബോളിവുഡിലെ പല മിന്നും താരങ്ങളെ പോലെ തന്നെ ആരാധകന്റെ വിവാഹാഭ്യർത്ഥനയായിരുന്നു സുസ്മിത സെന്നിനെ വലച്ചത്. ഇയാൾ പല തവണ സുസ്മിതയുടെ വിവാഹാഭ്യർത്ഥന നടത്തി. ഇത് നിരസിച്ച സുസ്മിതയെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. കങ്കണ റാവത്ത്. ആരാധകന്റെ പ്രണയം തന്നെയായിരുന്നു കങ്കണയും വലച്ചത്. ഇയാൾ കങ്കണയ്ക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയും പല തവണ കാണാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കങ്കണ ഇതെല്ലാം അവഗണിച്ചു. ഒടുവിൽ കങ്കണ ജിമ്മിലേക്ക് പോകുമ്പോൾ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജെനീലിയ. ഒരു ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിൽ വെച്ചായിരുന്നു ജെനീലയെ അപമാനിക്കാൻ ഒരാൾ ശ്രമിച്ചത്. ജെനീലയെ കടന്നുപിടിക്കാൻ ഇയാൾ ശ്രമിക്കുകയും ജെനീല ഇയാളെ തള്ളി മാറ്റുകയും ആയിരുന്നു. ശ്രുതി ഹാസൻ. തെന്നിന്ത്യൻ താരം ശ്രുതി ഹാസനും ആരാധകന്റെ അമിത ആരാധനയ്ക്ക് ഇരയായിട്ടുണ്ട്. ഒരു ആരാധകൻ താരത്തിന് ഒഴിയാബാധയായി മാറുകയും ഒടുവിൽ ശല്യം സഹിക്കാൻ വയ്യാതെ താരം തന്നെ ഇയാളെ ഒറ്റയ്ക്ക് നേരിടുകയും ആയിരുന്നു. മല്ലിക ഷെറാവത്ത്. പാരീസിൽ വെച്ചായിരുന്നു നടി മല്ലിക ഷെറാവത്തിന് ടിയർ ഗ്യാസ് ആക്രമണം നേരിടേണ്ടി വന്നത്. കാമുകനുമായി തന്റെ ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു മാസ്ക്ധാരികളായ സംഘം മല്ലികയുടെയും കാമുകന്റെയും മുഖത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. മോഷണമായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ മല്ലികയും കാമുകനും വെറുങ്കയോടെയായിരുന്നു വീടിന് പുറത്തിറങ്ങിയത്. അതിനാൽ മോഷ്ടാക്കളുടെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. കേരള പൊതുസമൂഹത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത്. എന്നാൽ ഇതിനു മുമ്പും പല തവണയാണ് നമ്മളുടെ നടിമാർ ആക്രമിക്കപ്പെട്ടത്. ചിലത് പബ്ലിക്കായും മറ്റു ചിലത് ഇരുട്ടിന്റെ മറവിലും. ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് പോലും അപമാനിക്കപ്പെട്ട നടിമാർ നിരവധിയാണ്. ചിലർ പ്രതികരിച്ചപ്പോൾ ചിലർ അപമാനം ഭയന്ന് മൗനം പാലിച്ചു. ചിലരുടെ മൗനം അക്രമികൾ വീണ്ടും അത്തരം പ്രവൃത്തികൾ തുടരുന്നതിന് കാരണമായി. ആരാധകരുടെ പ്രണയം മുതൽ താരങ്ങളെ വലച്ച അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച ചില സംഭവങ്ങൾ. ആലപ്പുഴയിൽ യുവനടിക്കെതിരെയുണ്ടായ പീഡന ശ്രമം. എറണാകുളത്ത് നടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച് ഞെട്ടിക്കുന്ന സംഭവത്തിന് പിന്നാലെ ആലപ്പുഴയിൽ യുവനടിക്കെതിരെ പീഡന ശ്രമം നടന്നെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ വെച്ച് യുവനടിയെ ഹോട്ടൽ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു വാർത്തകൾ. നടി താമസിക്കുന്ന ഹോട്ടൽ മുറി കള്ളത്താക്കോലിട്ട് തുറന്ന് അകത്തു കയറാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരനാണ് നടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. നടി ഉറക്കെ ഒച്ച വെച്ചതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ശേഷം ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ തങ്ങുമ്പോഴായിരുന്നു നടിക്ക് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ഇയാളുടെ പേര് പുറത്തുവിടാൻ പോലീസ് തയ്യാറായില്ല. മീനാക്ഷി താപ്പർ. ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച സംഭവമായിരുന്നു മീനാക്ഷി താപ്പർ എന്ന ബോളിവുഡ് നടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. 2012 സംഭവം. 404 എന്ന ഹൊറർ സിനിമയിലൂടെ ശ്രദ്ധേയായ താരമാണ് മീനാക്ഷി താപ്പർ. വിനോദയാത്രയ്ക്കെന്ന തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയ 2 സഹനടന്മാർ മീനാക്ഷിയെ തടവിൽ പാർപ്പിച്ച് തുടർന്ന് അമ്മയോട് മീനാക്ഷിയെ വിട്ടു നൽകാൻ 15 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ കേവലം 60,000 രൂപയാണ് മീനാക്ഷിയുടെ അമ്മയ്ക്ക് നൽകാനായത്. തുടർന്ന് കോപിതരായ അവർ മീനാക്ഷിയെ കരുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും നിഷ്ക്രൂരമായ രീതിയിലായിരുന്നു അവർ
അവർ മീനാക്ഷിയുടെ മൃതദേഹത്തോട് പോലും പെരുമാറിയത്. തലയറുത്തു മാറ്റുകയും തുടർന്ന് തല ബാഗിലാക്കിയ ശേഷം മുംബൈയിൽ വെച്ച് ബസ്സിൽ നിന്ന് പുറത്തേക്കെറിയുകയുമായിരുന്നു. ശേഷിച്ച ശരീരഭാഗം വാട്ടർ ടാങ്കിലിട്ട് ഒളിപ്പിക്കുകയും ചെയ്തു. പൾസർ സുനിയെ മലർത്തിയടിച്ച സൂപ്പർ നായിക. എറണാകുളത്ത് നടി ആക്രമിക്കപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ട് പൾസർ സുനി വാർത്തകളിൽ നിറയുമ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായി മറ്റൊരു നടിയെ പൾസർ സുനി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് സൂപ്പർ നായികയായിരുന്നു സുനി നോട്ടമിട്ടത്. കാറിൽ കയറിയപ്പോൾ നടിയെ സുനി കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ കരാട്ടക്കാരിയായ നടി സുനിയെ നേരിട്ടു. നടിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയ സുനി നടിയുടെ കാലിൽ വീണ് മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം നടി സംവിധായകനോട് പറഞ്ഞപ്പോൾ സംവിധായകനാണ് പരാതിപ്പെടുന്നതിൽ നിന്നും നടിയെ വിലക്കിയത്. നിരവധി സൂപ്പർ താരങ്ങളെ നായകനാക്കി സിനിമയെടുത്ത സംവിധായകനാണിത്. ചിത്രത്തിലെ നായകനായ സൂപ്പർ താരവും അന്ന് പരാതി കൊടുക്കുന്നതിൽ നിന്നും നടിയെ വിലക്കിയിരുന്നു. മീര വാസുദേവ്. അടുത്തിടയ്ക്കാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ മീര വാസുദേവ് നടത്തിയത്. താൻ ബാല്യത്തിൽ ലൈംഗിക ചൂഷണത്തിനിരയായിട്ടുണ്ടെന്നായിരുന്നു മീരയുടെ വെളിപ്പെടുത്തൽ. ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മീര. നിരവധി തവണ താൻ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 7-ാം വയസ്സിലാണ് ആദ്യമായി പീഡനം ഏൽക്കേണ്ടി വന്നതെന്ന് മീര വെളിപ്പെടുത്തുന്നു. വീട്ടിലെ ജോലിക്കാർ, ട്യൂഷൻ പഠിപ്പിച്ച വളരെ പ്രായമുള്ള അധ്യാപകൻ, പ്ലേ സ്കൂളിലെ ടീച്ചറുടെ ഭർത്താവ്, ഇങ്ങനെ പലരും തന്നെ ശാരീരികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും മീര വാസുദേവ് പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവം ഇനി ഒരു കുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരരുതെന്നും മീര പറയുന്നു. സമന്ത. അടുത്ത കാലത്ത് ഏറെ വാർത്തകളിൽ നിറഞ്ഞ സംഭവമായിരുന്നു ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കവേ നടി സമന്ത അപമാനിക്കപ്പെട്ടത്. ഉദ്ഘാടനത്തിനായി നടി എത്തിയതോടെ ആരാധകർ വയലന്റായി. എന്നാൽ മറ്റ് താരങ്ങളെപ്പോലെ ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ടായിരുന്നു സമന്ത അതിനെ നേരിട്ടത്. എന്നാൽ അതിനിടയിൽ തടിച്ചുകൂടിയ ആളുകളിൽ ഒരാൾ താരത്തെ ശരിക്കും വലച്ചു. സമന്ത സഞ്ചരിച്ച കാറിന്റെ ടയറിന്റെ കാറ്റുരുവിട്ടു. ടയർ പഞ്ചറായതോടെ സമന്ത കാറിൽ നിന്നും ഇറങ്ങി. ഇതോടെ ആളുകൾ ചുറ്റിനും കൂടി. പലരും താരത്തെ സ്പർശിക്കാനും ശ്രമിച്ചു. പോലീസ് ഏറെ പണിപ്പെട്ടായിരുന്നു സമന്തയെ ആൾക്കൂട്ടത്തിൽ നിന്നും രക്ഷിച്ചത്. കൊച്ചിയിൽ കാറിൽ തട്ടിക്കൊണ്ടുപോയ നടി. ദിലീപിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച യുവനടി ആക്രമിക്കപ്പെട്ടത് ഞെട്ടലോടെയായിരുന്നു സിനിമാ ലോകവും പൊതുസമൂഹവും വരവേറ്റത്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിലായിരുന്നു നടിയെ കാറിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് 2 മണിക്കൂറുകൾക്ക് ശേഷം നടിയെ പാലാരിവട്ടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നടി കാക്കനാടുള്ള സംവിധായകന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നടിയുടെ ഡ്രൈവർ അടക്കം നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിനിമാ താരങ്ങൾക്ക് ഡ്രൈവർമാരെ ഏർപ്പാടാക്കി കൊടുക്കുന്ന പൾസർ സുനി എന്ന സുനിൽകുമാറാണ് മുഖ്യപ്രതിയായി പോലീസ് സംശയിക്കുന്നത്. സോനം കപൂർ. റാഞ്ചന എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ പ്രൊമോഷനിടയിലായിരുന്നു നടി സോനം കപൂർ അപമാനിക്കപ്പെട്ടത്. സോനം കപൂറിന് രക്ഷകനായതാകട്ടെ ധനുഷുമൊത്ത് കൊൽക്കത്തയിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടി കഴിഞ്ഞതോടെയായിരുന്നു സോനം കപൂറിനെ ആരാധകർ വളഞ്ഞത്. അതിൽ പലരും സോനത്തെ സ്പർശിക്കാൻ ശ്രമിച്ചു. ചുറ്റും കൂടിയവരിൽ നിന്നും സോനം കപൂറിനെ രക്ഷിക്കാൻ ധനുഷും സെക്യൂരിറ്റീസും ഒത്തിരി പ്രയാസപ്പെട്ടു. കാജൽ അഗർവാൾ. അടുത്തിടയ്ക്ക് തന്നെയായിരുന്നു നടി കാജൽ അഗർവാളും പബ്ലിക്കിന്റെ അതിര് കടന്നുള്ള ആരാധനയ്ക്ക് ഇരയായത്. ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം തിരിച്ചു മടങ്ങാൻ ഒരുങ്ങവേ കാജലിനെ കാറിൽ കയറാൻ സാധിക്കാത്ത വിധം ആൾക്കൂട്ടം വളയുകയായിരുന്നു. എന്നാൽ കാജൽ പൊട്ടിത്തെറിച്ചതോടെ സെക്യൂരിറ്റീസും ഇടപെട്ട് കാജലിനെ രക്ഷിക്കുകയായിരുന്നു. നഗ്മ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണത്തിലായിരുന്നു സ്ഥാനാർത്ഥി കൂടിയായിരുന്ന നടി നഗ്മയെ അപമാനിക്കപ്പെട്ടത്. പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ നഗ്മയെ ഒരു കൂട്ടം ആളുകൾ വളയുകയായിരുന്നു. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ജനക്കൂട്ടം. സെക്യൂരിറ്റീസ് എത്ര ശ്രമിച്ചിട്ടും ആളുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതിനിടയിൽ പലരും താരത്തെ സ്പർശിക്കുകയും ചെയ്തു. ഒടുവിൽ പൊട്ടിത്തെറിച്ച നഗ്മ ചിലരെ അടിക്കുകയും ചെയ്തു. ജ്യോതിക. വർഷങ്ങൾക്ക് മുമ്പ് ഏറെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു നടി ജ്യോതികയെ ഒരാൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സിനിമയിലെ രംഗമായിരുന്നു ഇത്തരത്തിൽ പ്രചരിച്ചത്. ആൾക്കൂട്ടത്തിലൂടെ നടന്നു വരുന്ന രംഗത്തിൽ അഭിനയിക്കുകയായിരുന്നു ജ്യോതിക. ഇതിനിടയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ജ്യോതികയെ സ്പർശിക്കാൻ ശ്രമിക്കുകയാണ്. ജ്യോതിക ഇയാളിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ രംഗം സിനിമയിൽ കട്ട് ചെയ്യാതെ ഉപയോഗിച്ചിട്ടുമുണ്ട്. മുരുകേശ്വരി. ബാല സംവിധാനം ചെയ്ത നാൻകടവുൾ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ താരമാണ് മുരുകേശ്വരി. തേനിയിൽ വെച്ചായിരുന്നു മുരുകേശ്വരിയെ 2 യുവാക്കൾ അപമാനിക്കാൻ ശ്രമിച്ചത്. രാത്രി ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകവേ താരത്തെ 2 യുവാക്കൾ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവർ മുരുകേശ്വരിയുടെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. മുരുകേശ്വരി നിലവിളിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2015 മാർച്ചിലായിരുന്നു ഈ സംഭവം. ഖുഷ്ബു. 2013 ഒരു കൂട്ടം ആളുകൾ നടി ഖുഷ്ബുവിൻ്റെ വീട് ആക്രമിച്ചത്. താരം വീട്ടിലില്ലാത്തപ്പോഴായിരുന്നു സംഭവം. രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കാരണം. ഖുഷ്ബുവിൻ്റെ ചില പ്രസ്താവനകളായിരുന്നു DMK പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. അന്നത്തെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഖുഷ്ബു നടത്തിയ ചില പ്രസ്താവനകളായിരുന്നു ആക്രമണത്തിന് കാരണം. വിദ്യാബാലൻ. ഇന്ത്യൻ സിനിമ ആഘോഷമാക്കിയ ചിത്രമായിരുന്നു വിദ്യാബാലൻ്റെ ഡേർട്ടി പിക്ചർ. സിൽക്ക് സ്മിതയായി എത്തിയ വിദ്യ ചിത്രത്തിലൂടെ നേടിയ ആരാധക സമൂഹം ചെറുതല്ല. ചിത്രം കണ്ട വിദ്യാബാലൻ്റെ ഒരു ആരാധകനാണ് താരത്തിൻ്റെ മുംബൈയിലെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. എന്നാൽ വയലൻ്റായി എത്തിയ ആരാധകനെ വിദ്യയുടെ റൂമിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റീസ് തടയുകയായിരുന്നു.
സുസ്മിത സെൻ. ബോളിവുഡിലെ പല മിന്നും താരങ്ങളെ പോലെ തന്നെ ആരാധകന്റെ വിവാഹാഭ്യർത്ഥനയായിരുന്നു സുസ്മിത സെന്നിനെ വലച്ചത്. ഇയാൾ പലതവണ സുസ്മിതയുടെ വിവാഹാഭ്യർത്ഥന നടത്തി. ഇത് നിരസിച്ച സുസ്മിതയെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. കങ്കണ റാവത്ത്. ആരാധകന്റെ പ്രണയം തന്നെയായിരുന്നു കങ്കണയെയും വലച്ചത്. ഇയാൾ കങ്കണയ്ക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുകയും പല തവണ കാണാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കങ്കണ ഇതെല്ലാം അവഗണിച്ചു. ഒടുവിൽ കങ്കണ ജിമ്മിലേക്ക് പോകുമ്പോൾ ഇയാൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജെനീലിയ. ഒരു ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിൽ വെച്ചായിരുന്നു ജെനീലിയെ അപമാനിക്കാൻ ഒരാൾ ശ്രമിച്ചത്. ജെനീലിയെ കടന്നുപിടിക്കാൻ ഇയാൾ ശ്രമിക്കുകയും ജെനീല ഇയാളെ തള്ളി മാറ്റുകയും ആയിരുന്നു. ശ്രുതി ഹാസൻ. തെന്നിന്ത്യൻ താരം ശ്രുതി ഹാസനും ആരാധകന്റെ അമിത ആരാധനയ്ക്ക് ഇരയായിട്ടുണ്ട്. ഒരു ആരാധകൻ താരത്തിന് ഒഴിയാബാധയായി മാറുകയും ഒടുവിൽ ശല്യം സഹിക്കാൻ വയ്യാതെ താരം തന്നെ ഇയാളെ ഒറ്റയ്ക്ക് നേരിടുകയും ആയിരുന്നു. മല്ലിക ഷെറാവത്ത്. പാരീസിൽ വെച്ചായിരുന്നു നടി മല്ലിക ഷെറാവത്തിന് ടിയർ ഗ്യാസ് ആക്രമണം നേരിടേണ്ടി വന്നത്. കാമുകനുമായി തന്റെ ഫ്ളാറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു മാസ്ക്ധാരികളായ സംഘം മല്ലികയുടെയും കാമുകന്റെയും മുഖത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. മോഷണമായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ മല്ലികയും കാമുകനും വെറും കൈയോടെയായിരുന്നു വീടിന് പുറത്തിറങ്ങിയത്. അതിനാൽ മോഷ്ടാക്കളുടെ ശ്രമം പരാജയപ്പെടുകയും ചെയ്തു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.